എൻ്റെ ഈ സെയിം ടീഷർട്ടിൽ മുന്നെടുത്തൊരു ഫോട്ടോയും കാണിച്ചു തരല്ലേ? ഇതെല്ലാം ലാസ്റ്റ് 3 ഡേയ്സിൽ വന്ന മെസ്സേജുകളാണ്. അതിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തവരുണ്ട്, പക്ഷേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമല്ലോ, അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഈ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാന്നറിയാതെ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഇത് തന്നെയാണ്, ഈ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കളയുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കോ നമ്മുടെ വീട്ടിലത്തവർക്കോ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. അപ്പോൾ നമുക്ക് പറ്റുന്നവരോടൊക്കെ അന്വേഷിക്കും ഈ കാര്യങ്ങൾ, ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ ഇതിലൊക്കെ അറിയാൻ പറ്റും നമുക്ക്. എന്താ പറയുക, ആയുർവേദത്തിൻ്റെ ഒരു വഴി അറിയാം. പിന്നെ ഒരുപാട് പൊടികൾ, ഈ കർണാടകയിലൊക്കെ ഒരുപാട് പൊടികൾ കൊടുക്കുന്നുണ്ട്. ആ പൊടി കൊടുത്തു കഴിഞ്ഞാൽ മാറാത്ത അസുഖങ്ങൾ മാറും, ഇങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് നമ്മളൊരു 2-3 മാസമൊക്കെ കളയും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിലാവും ചിലപ്പോൾ ഈ ഒരു അസുഖം നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല ആ സമയത്തേക്ക്. ഇപ്പോൾ എൻ്റെ കേസ് T-സെൽ ലിംഫോമയാണ്. അത് ഇവിടെ ഒരു മുഴ ഉണ്ടായിട്ട് ഏകദേശം 2.5 വർഷത്തോളം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഫസ്റ്റ് A ഗ്രേഡ് ആയിരുന്നു, സ്പ്രെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സെയിം കേസുള്ള ഒരു T-സെൽ ലിംഫോമ പേഷ്യൻറ്റ്, അവിടെ അവനക്ക് മുഴ കാണിച്ചിട്ട് 2 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനക്കത് ഹയർ ഗ്രേഡും ആയിരുന്നു, ബോണിലേക്ക് സ്പ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് അളക്കാൻ പറ്റില്ല ഈ ഒരു അസുഖത്തിനെ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടൈം വേസ്റ്റ് ആക്കാതെ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്നുള്ളൊരു എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെപ്പോഴും ഫസ്റ്റ് ഒപ്പീനിയൻ ആശ്രയിച്ച് എടുക്കുക. കാരണം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇത് ഡയഗ്നോസ് ചെയ്ത ശേഷം. പക്ഷേ ഇതുപോലെ ഈ T-സെൽ ലിംഫോമ എന്നുള്ള കേസ് വളരെ റെയറായിരുന്നു, വളരെ റെയറാന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡോക്ടേഴ്സ്. പക്ഷെ ഞാൻ ഗംഗാധരൻ ഡോക്ടറിൻ്റെ അടുത്തും RCCയിലും ചെന്നപ്പോൾ കറക്റ്റ് ഒരു റിപ്പോർട്ട് നോക്കിയതും പറഞ്ഞ് ഇതാണ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഈ ബോൺമേരോയുടെ കേസൊന്നും വേണ്ട എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തായാലും അസുഖം വന്ന് പിന്നെ അത് എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒപ്പീനിയൻ എടുക്കുക, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഡീറ്റെയിൽ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസും ആവശ്യമുള്ളവരും പോയിട്ട് കാണാം. ആവശ്യമുള്ള ഡീറ്റെയിൽ കൊടുക്കുക എല്ലാ കാര്യങ്ങളും. അവിടെ ഹെൽപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ യാത്രയുടെ കാര്യങ്ങളുണ്ട്, എല്ലാം അതിൽ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.